കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടി പയ്യന്നൂരിലെ തന്നെ സെൻട്രൽ ബസാറിലെ എവറസ്റ്റ് ലോഡ്ജിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തി. ലോഡ്ജിലെ ഒരു മുറിയിൽ അസാധാരണമായ നിലയിൽ വിവസ്ത്രയായി ഒരു സ്ത്രീ തൂങ്ങി മരിച്ചു നിൽക്കുന്നു. വിവരമറിഞ്ഞ പോലീസ് സംഘം എവറസ്റ്റ് ലോഡ്ജിന് മുന്നിലെത്തിയപ്പോഴേക്കും ലോഡ്ജും പരിസരവും ആകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പോലീസ് സംഘത്തെ കാത്ത് ലോഡ്ജിന്റെ മാനേജർ ലോഡ്ജിന് വെളിയിൽ തന്നെയുണ്ടായിരുന്നു. മാനേജർക്കൊപ്പം SIയും സംഘവും ലോഡ്ജിന്റെ 2ാമത്തെ നിലയിലേക്ക് പോയി. 2ാമത്തെ നിലയിലെ 204 എന്നെഴുതിയ മുറിക്ക് മുൻപിൽ ഒരാൾക്കൂട്ടം തന്നെയുണ്ടായിരുന്നു. ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പോലീസ് സംഘം മുറിക്കുള്ളിലേക്ക് കയറി. അവിടെ കണ്ടതാകട്ടെ, ഫോൺ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീ അസാധാരണമായ നിലയിൽ വിവസ്ത്രയായി തൂങ്ങി മരിച്ചു നിൽക്കുന്നു. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം മുറിയിൽ ചിതറിക്കിടപ്പുണ്ട്. പെട്ടെന്നാണ് ഒരു പോലീസുകാരന്റെ ശ്രദ്ധ ഒരു ഭാഗത്തേക്കെത്തിയത്. മുറിയിൽ ആ സ്ത്രീയുടെ മാത്രം വസ്ത്രങ്ങളായിരുന്നില്ല, ഒരു കുട്ടിയുടെയും ഒരു പുരുഷന്റെയും വസ്ത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. മുറിയിലിരുന്ന് മദ്യപിച്ചതിന്റെയും ഭക്ഷണം കഴിച്ചതിന്റെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി. ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികളും ആരംഭിച്ചു. പെട്ടെന്നാണ് പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ സ്ത്രീയുടെ ഒരു കാല് തറയിൽ മുട്ടുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട പോലീസ് ഇൻസ്പെക്ടർ ഇൻക്വസ്റ്റ് നടപടിയുടെ സമയത്ത് ആ സ്ത്രീക്ക് ഏകദേശം 168 സെന്റിമീറ്റർ പൊക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വിലയിരുത്തി. തറയിൽ നിന്നും ആ സ്ത്രീ തൂങ്ങി നിൽക്കുന്ന ഹുക്കിലേക്കുള്ള അകലം കൃത്യം 217 സെന്റിമീറ്റർ ആണ്. 168 സെന്റിമീറ്റർ പൊക്കമുള്ള സ്ത്രീ കട്ടിലിന് മുകളിൽ കയറി നിന്ന് ആ ഹുക്കിൽ ഷോള് കുരുക്കി തൂങ്ങി മരിക്കാനുള്ള സാധ്യതയാണ് ആദ്യം പോലീസ് വിലയിരുത്തിയത്. കട്ടിലിൽ കയറി നിന്ന് കഴുത്തിൽ ഷോൾ കിട്ടിയതിനു ശേഷം അതിന്റെ മറ്റേ അഗ്രം ആ ഹുക്കിനകത്തിട്ട് സ്വയം കുരുക്കുമുറുക്കിയായിരുന്നു അവർ തൂങ്ങി മരിച്ചിരുന്നതെങ്കിൽ അവരുടെ ശരീരം നിലവിലുള്ള പൊസിഷനിലായിരിക്കുകയില്ല നിൽക്കേണ്ടിയിരുന്നത് എന്ന് പോലീസിന് വ്യക്തമായി. കട്ടിലിന് മുകളിൽ ഒരു തലയണ എടുത്തു വെച്ച് അതിനു മുകളിൽ കയറി നിന്ന് ഹൂക്കിൽ കുരുക്കിട്ടതാണെന്ന് ആലോചിച്ചാൽ പോലും 39 സെന്റിമീറ്റർ പൊക്കമുള്ള ആ കട്ടിലിലേക്ക് 13 സെന്റിമീറ്റർ പൊക്കമുള്ള തലയണ വയ്ക്കുമ്പോൾ ഏകദേശം 52 സെന്റിമീറ്റർ ഉയരത്തിലേക്ക് എത്തും. അതിന് മുകളിൽ കയറി നിന്ന് ഹുക്കിൽ കുരുക്കിട്ട ശേഷം കഴുത്തിൽ കുരുക്കി താഴേക്ക് ചാടിയതാണെങ്കിൽ പോലും ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നും പോലീസ് വിലയിരുത്തി. അല്ലെങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരു സ്ത്രീ എന്തിന് തന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കൃത്യം നടത്തണമെന്നും പോലീസ് ചിന്തിച്ചു. ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ മുറിയിൽ കണ്ടെടുത്ത മദ്യക്കുപ്പികളിൽ നിന്നും വിരലടയാളങ്ങൾ കണ്ടെത്തി. തുടർന്ന് പോലീസ് സംഘം ഹോട്ടൽ മാനേജറെ ചോദ്യം ചെയ്തു. ആ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് 2 ദിവസം മുൻപായിരുന്നു സ്ത്രീയും ഒരു കൊച്ചുകുട്ടിയും ഒരു ചെറുപ്പക്കാരനും കൂടി അവിടെ എത്തിയത്. അതിനുശേഷം റൂം എടുക്കുന്നതിന് മുൻപായി തന്നെ ആ മുറി ഒന്ന് വിശദമായി തുറന്നു കാണണമെന്നും ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂം ബോയുമായി ആ ചെറുപ്പക്കാരൻ മുകളിലെത്തി ആ മുറി വിശദമായി പരിശോധിച്ചിരുന്നു. അങ്ങനെ 204 നമ്പർ മുറി ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ താഴെ എത്തി ആ മുറി തന്നെ മതിയെന്ന് പറഞ്ഞ് രജിസ്റ്ററിൽ പേരും എഴുതി. ശേഷം ആ ചെറുപ്പക്കാരൻ സ്ത്രീയെയും കുട്ടിയെയും കൂട്ടി മുറിയിലേക്ക് പോവുകയും മുറി അടയ്ക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ റൂം ബോയും മാനേജറും പോലീസിനോട് വ്യക്തമാക്കി. റൂം എടുത്ത ദിവസവും പിറ്റേ ദിവസവും അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. അങ്ങനെ 3ാമത്തെ ദിവസം ആ കോറിഡോറിലൂടെ മാനേജർ അങ്ങനെ നടക്കുമ്പോഴാണ് 204 നമ്പർ മുറിയിലേക്ക് അയാളുടെ ശ്രദ്ധ പോയത്. 204 നമ്പർ മുറിയുടെ കുറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോൾട്ട് പിടിച്ച് അടച്ചിട്ടുമുണ്ട്. ആദ്യം സംശയമൊന്നും തോന്നിയില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷവും ഇതേ നിലയിൽ മുറി കണ്ടപ്പോൾ മാനേജർ ആ ബോൾട്ട് ഇളക്കി മുറി തുറന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത്. എന്നാൽ സ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെയും പുരുഷനെയും കാണാനില്ലായിരുന്നു. തുടർന്ന് ലോഡ്ജിന്റെ സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്ത പോലീസുകാർക്ക് ചില വിവരങ്ങൾ കൂടി ലഭിച്ചു. മുറിയെടുക്കാനെത്തിയ ചെറുപ്പക്കാരൻ ഒരു മാരുതി ഓൾട്ടോ കാറിലായിരുന്നു എത്തിയത്. ലോഡ്ജിൽ ഇറങ്ങി മുറിയെടുത്ത ചെറുപ്പക്കാരൻ കാർ പിന്നീട് ലോഡ്ജിന്റെ പാർക്കിംഗിലേക്ക് മാറ്റുകയും ചെയ്തു. ചെറുപ്പക്കാരന്റെ പേരും അഡ്രസ്സും ലോഡ്ജിലെ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ടെന്ന് മാനേജർ പറഞ്ഞതിലൂടെ രജിസ്റ്റർ വിശദമായി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ശ്യാംകുമാർ കാട്ടപ്പള്ളി കണ്ണൂർ എന്ന അഡ്രസ് പോലീസിന് ലഭിച്ചു. പോലീസ് സംഘം ഉടൻ തന്നെ കാട്ടപ്പള്ളിയിലേക്ക് പുറപ്പെട്ടു. കാട്ടപ്പള്ളിയിലെത്തി അന്വേഷണം നടത്തിയ പോലീസിന് ഒരു കാര്യം വ്യക്തമായി. അവിടെ അത്തരത്തിലൊരു വീടോ ആളോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മരിച്ച സ്ത്രീയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായും അവരെ കണ്ടെത്തുന്നതിനുമായി പോലീസ് തീരുമാനിച്ചു. സ്ത്രീയെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങളും അവരുടെ ചിത്രങ്ങളുമടക്കം തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളിലേക്ക് പോലീസ് വിവരം കൈമാറി. എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു. അങ്ങനെ കണ്ണൂരിലെ വനിതാ സ്റ്റേഷനിൽ നിന്നും അവിടുത്തെ CI പയ്യന്നൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അവർക്ക് മരിച്ച സ്ത്രീയെ അറിയാമായിരുന്നു. മരിച്ച സ്ത്രീയുടെ പേര് രമ്യ. അവരുടെ ഭർത്താവ് ഷമ്മികുമാർ ഗൾഫിലാണ്. ഷമ്മികുമാറും ഭാര്യ രമ്യയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇത്രയും വിവരങ്ങൾ ലഭിച്ച പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം കണ്ണൂർ വനിതാ CIയുടെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്നും ലഭിച്ചതാകട്ടെ ചില നിർണായക വിവരങ്ങളും. ഷമ്മികുമാറും ഭാര്യയും വിവാഹം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷത്തിനകം തന്നെ അവർക്കൊരു ആൺകുട്ടി പിറന്നിരുന്നു. ആൺകുട്ടി പിറന്ന ഉടൻ തന്നെ ഷമ്മിയുടെ വീട്ടുകാർ ചില സംശയങ്ങൾ ഉന്നയിച്ചു. ജനിച്ച ആൺകുട്ടിക്ക് ഷമ്മിയുടെ മുഖഛായ ഇല്ല എന്നായിരുന്നു അവർ ഉന്നയിച്ച പ്രധാന പ്രശ്നം. രമ്യയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്നും അതിൽ ജനിച്ച കുട്ടിയാണിതെന്നും അവർ ആരോപിച്ചു.
അങ്ങനെ മിക്ക ദിവസങ്ങളിലും വഴക്കായി. വഴക്ക് മൂക്കുമ്പോൾ പലപ്പോഴും രമ്യയുടെ കാട്ടാപ്പള്ളിയിലെ വീട്ടിലേക്ക് പോകുന്നതും പിന്നീട് ഷമ്മികുമാർ അവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നതും പതിവായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ 2 പെൺകുഞ്ഞുങ്ങൾക്ക് കൂടി രമ്യ ജന്മം നൽകി. 3ാമത്തെ കുട്ടിയുണ്ടായി. ഏതാനും നാളുകൾക്ക് ശേഷം രമ്യ ഒരു പരാതിയുമായി കണ്ണൂർ വനിതാ സ്റ്റേഷനിലെത്തി. ഭർത്താവായ ഷമ്മി ചിലവിന് കൊടുക്കുന്നില്ല എന്നതായിരുന്നു പരാതി. ആ പരാതി പിന്നീട് വനിതാ സെല്ലിൽ ഒത്തുതീർപ്പാവുകയും മാസം തോറും രമ്യയ്ക്ക് 3000 രൂപ വീതം ഷമ്മി കൊടുക്കണമെന്ന് ഉത്തരവാവുകയും ചെയ്തു. കുറെ നാളുകൾ ഷമ്മി കൃത്യമായി പണം നൽകി. പിന്നീട് അത് കൊടുക്കാതെയായി. ഇങ്ങനെയായപ്പോൾ വീണ്ടും പരാതി ഉയരുകയും വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഷമ്മിയുടെ കുടുംബാംഗങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്തു. ഷമ്മിയുടെ അമ്മയോട് എന്തുകൊണ്ടാണ് നിങ്ങൾ പണം നൽകാത്തതെന്ന് വനിതാ CI ചോദിച്ചു. അതിന് മറുപടിയായി അവർ പറഞ്ഞതാകട്ടെ, രമ്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടത് അവളുടെ ഭർത്താവാണെന്നും അതിന് ഞങ്ങളോട് ചോദ്യം ചെയ്തിട്ട് എന്ത് കാര്യമാണെന്നുമായിരുന്നു. അപ്പോഴേക്കും ഷമ്മി ഗൾഫിലേക്ക് പോയിരുന്നു. ഉടൻ തന്നെ പോലീസ് ഷമ്മിയുമായി ബന്ധപ്പെട്ടു. അയാൾ ഉടനടി നാട്ടിലേക്ക് വരികയാണെന്നും അയാൾക്ക് രമ്യയിൽ സംശയമുണ്ടെന്നും രമ്യയുടെ മൂത്ത കുട്ടി തന്റേതല്ലെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. ഷമ്മിക്കെതിരെ രമ്യ ഒരു പരാതി എഴുതി നൽകുകയാണെങ്കിൽ അയാൾ നാട്ടിലെത്തുമ്പോൾ ഉടൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് വനിതാ CI രമ്യയ്ക്ക് ഉറപ്പുകൊടുത്തു. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യരുതെന്നും തനിക്ക് ഭർത്താവിനെ അത്രയേറെ ഇഷ്ടമാണെന്നും രമ്യ പോലീസിനോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോയ രമ്യയെ പിന്നീട് ആ വനിതാ CI കാണുന്നത് തൂങ്ങി മരിച്ച നിലയിലാണ്. വനിതാ CIയുടെ കയ്യിൽ നിന്നും രമ്യയുടെ അഡ്രസ്സും വിവരങ്ങളും പോലീസ് ചോദിച്ചറിഞ്ഞു. ശേഷം രമ്യയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ രമ്യയുടെ അച്ഛനും അമ്മയും അനിയത്തിയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രമ്യ എവിടെയെന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ അവരോട് ആരോടും പറയാതെ രമ്യ അവളുടെ ഭർത്താവിനൊപ്പം പോയി എന്നായിരുന്നു അവർ പോലീസിന് നൽകിയ മറുപടി. രമ്യ ഒറ്റയ്ക്കാണോ ഭർത്താവിനൊപ്പം പോയതെന്ന് പോലീസ് ചോദിച്ചു. രമ്യ ഒറ്റയ്ക്കല്ലെന്നും രമ്യയുടെ മകൾ കീർത്തനയും ഒപ്പമുണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. എന്നിട്ട് കീർത്തന എവിടെയെന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ കീർത്തനയെ മുറിക്കുള്ളിൽ നിന്നും രമ്യയുടെ വീട്ടുകാർ പുറത്തെത്തിച്ച് പോലീസിനെ കാണിച്ചു. രമ്യയ്ക്കൊപ്പം പോയ മകൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പോലീസ് അന്വേഷിച്ചു. 2 ദിവസം മുൻപാണ് രമ്യയും മകളും ഇവിടെ നിന്ന് പോകുന്നത്. ഇന്നലെ വൈകുന്നേരം ഗേറ്റിന്റെ ഭാഗത്ത് നിന്നും കരച്ചിൽ കേട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കീർത്തന അവിടെ നിൽക്കുന്നത് കണ്ടതായും അവർ വ്യക്തമാക്കി. രമ്യയുടെ ഭർത്താവ് തന്നെയാവും അവളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് രമ്യയും കൊണ്ട് പോയതെന്ന് വീട്ടുകാർ പറഞ്ഞു. അന്ന് രാത്രി രമ്യയും മകളും സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഷമ്മിയുടെ ഒരു ഫോൺ കോളും വന്നിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് രമ്യ അവിടെ ഇല്ല എന്നുള്ള വിവരം ആ സമയത്ത് ഷമ്മിയോട് പറയാതിരുന്നതെന്ന് പോലീസ് അവരോട് ചോദിച്ചു. എന്നാൽ അതിന് വ്യക്തമായൊരു മറുപടി ആ വീട്ടുകാർക്കുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ആ വീട്ടുകാർ മറുപടി പറഞ്ഞു. സാർ, ഞങ്ങൾ പല പ്രാവശ്യമായി രമ്യയോട് പറയുന്നു അവളുടെ ഭർത്താവ് വന്ന് വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകരുതെന്ന്. ഭർത്താവ് വന്ന് വിളിക്കുമ്പോഴൊക്കെ ആരോടും പറയാതെ അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ വിളിച്ചപ്പോഴും അവളെപ്പറ്റി ഒന്നും ഞങ്ങൾ തിരക്കാതെയിരുന്നത്. ഇത്രയും പറഞ്ഞ വീട്ടുകാരോട് പോലീസ് സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി. ഒരു നിലവിളിയോടുകൂടിയാണ് അവരതെല്ലാം കേട്ടുനിന്നത്. നിങ്ങളുടെ മകൾ രമ്യ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഷമ്മിയുടെ ഫോട്ടോഗ്രാഫും കൂടുതൽ വിവരങ്ങളും വേണം. രമ്യയുടെ വീട്ടിൽ നിന്നും ഷമ്മിയുടെ ഫോട്ടോഗ്രാഫ്സ് പോലീസ് ശേഖരിക്കുകയും തുടർന്ന് എവറസ്റ്റ് ഹോട്ടലിലെത്തി അവിടുത്തെ മാനേജരെയും റൂം ബോയിയെയും സെക്യൂരിറ്റിയെയും ഒക്കെ തന്നെ ആ ഫോട്ടോ കാണിക്കുകയും ചെയ്തു. അവരൊക്കെ തന്നെ ഇയാൾ തന്നെയാണ് ഇവിടെ റൂം എടുത്തതെന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസിന് ഏകദേശ ചിത്രം പിടികിട്ടി. ലോഡ്ജിൽ വന്ന് ഷമ്മി മുറിയെടുത്ത് ഭാര്യയെയും കുട്ടിയെയും അവിടെയാക്കുന്നു. ഭാര്യയായ രമ്യയെ കൊലപ്പെടുത്തിയ ശേഷം മകൾ കീർത്തനയെ രമ്യയുടെ വീട്ടുപടിക്കൽ കൊണ്ടാക്കുന്നു. ഇത്രയുമായിരിക്കാം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാൽ കാര്യങ്ങൾ കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനായി ഷമ്മിയെ കണ്ടെത്തിയേ തീരൂ. അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഷമ്മിയുടെ വീട്ടിലും പരിസരത്തുമെല്ലാം അന്വേഷിച്ചെങ്കിലും ഷമ്മി നാട്ടിലേ വന്നിട്ടില്ല, അവൻ ദുബായിലാണ് എന്നുള്ള മറുപടിയാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. പോലീസുകാർക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ നമ്പറിൽ ബന്ധപ്പെടൂ എന്ന് പറഞ്ഞ് ഷമ്മിയുടെ വീട്ടുകാർ അയാളുടെ മൊബൈൽ നമ്പർ പോലീസിന് കൊടുത്തു. അങ്ങനെ ഷമ്മിയെ പോലീസുകാർ ഫോണിൽ ബന്ധപ്പെട്ടു. ഷമ്മി ഫോൺ എടുത്തതും ഭാര്യ മരിച്ച വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ നിലവിളിച്ച് കരയുകയാണ് ഷമ്മി ചെയ്തത്. നടപടികളുടെ ഭാഗമായി ഷമ്മി നാട്ടിലേക്ക് എത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും എവറസ്റ്റ് ലോഡ്ജിലെ തൂങ്ങിമരണ വാർത്ത നാടാകെ പരന്നിരുന്നു. പത്രത്തിൽ നിന്ന് വാർത്തയറിഞ്ഞ പയ്യന്നൂർ ലോഡ്ജിന് സമീപത്തുള്ള ഒരു മെക്കാനിക് പോലീസിന്റെ അടുത്തേക്ക് എത്തി. ആ വർക്ക്ഷോപ്പിലേക്ക് നേരത്തെ ഷമ്മി എത്തിയിരുന്നു. അന്ന് കാറിൽ അയാളുടെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു. ഷമ്മിയുടെ വാഹനങ്ങൾ നേരത്തെയും ആ മെക്കാനിക്ക് നന്നാക്കി കൊടുത്തിട്ടുള്ളതിനാൽ ഷമ്മി അയാൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ അന്ന് അയാൾ എത്തിയത് വാഹനം നന്നാക്കാൻ വേണ്ടിയായിരുന്നില്ല. തന്റെ വീട്ടിൽ ഭാര്യ രമ്യയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളതിനാൽ വാടകയ്ക്ക് ഒരു വീട് തരപ്പെടുത്തി തരണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു. അയാൾ ആ ആവശ്യം പറഞ്ഞ ശേഷം നേരെ ലോഡ്ജിലേക്ക് പോയി മുറിയെടുത്തു. ഭാര്യയും മക്കളുമൊത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാൻ തീരുമാനിച്ച ഷമ്മി എന്തിന് സ്വന്തം ഭാര്യ രമ്യയെ കൊല്ലണമെന്ന ചോദ്യം പോലീസിന് മുൻപിൽ ഉയർന്നു വന്നു. ഈ സമയത്താണ് രമ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. റിപ്പോർട്ട് പ്രകാരം രമ്യ മരിച്ചിരിക്കുന്നത് കഴുത്തിൽ ഷോൾ മുറുകിയാണ്. സംശയാസ്പദമായ രീതിയിൽ മറ്റൊരടയാളങ്ങളും രമ്യയുടെ ശരീരത്തിലുണ്ടായിരുന്നില്ല. രമ്യ അവസാനമായി ഭക്ഷണം കഴിക്കുന്നത് മരണപ്പെടുന്ന ദിവസം വൈകുന്നേരം 7 മണിക്കാണ്.
രാത്രി 1 മണിയോടുകൂടിയാണ് രമ്യയുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രമ്യ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പോലീസിന് മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. രമ്യയുടെ വീട്ടുകാരുടെ മൊഴിയനുസരിച്ച് രമ്യയുടെ കുട്ടി കീർത്തന ഗേറ്റിന് മുൻപിൽ വന്നു നിന്ന് കരയുന്ന സമയം രമ്യയുടെ മരണം സംഭവിച്ച രാത്രി ഏകദേശം 12:30 മണിയോടുകൂടിയാണ്. അങ്ങനെയെങ്കിൽ രമ്യ മരിച്ചതിന് ശേഷമാവും കീർത്തനയെ ഷമ്മി അവിടെ കൊണ്ട് വിട്ടതെന്ന് പോലീസ് കരുതി. പയ്യന്നൂരിലെ ലോഡ്ജും രമ്യയുടെ കാട്ടാപ്പള്ളിയിലെ വീടും തമ്മിൽ 1 മണിക്കൂർ യാത്രയുണ്ട്. രാത്രി 12:30 കുട്ടി രമ്യയുടെ വീടിന്റെ ഗേറ്റിലെത്തണമെങ്കിൽ ഏകദേശം 11:30 മണിയോടുകൂടി ലോഡ്ജിൽ നിന്നും കുട്ടി പുറപ്പെട്ടിട്ടുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഷമ്മി ലോഡ്ജിൽ നിന്ന് തിരിക്കുന്ന സമയത്ത് രമ്യ മരിച്ചിട്ടുണ്ടാകണം. 168 സെന്റിമീറ്ററോളം പൊക്കവും ഒത്ത ശരീരവുമുള്ള രമ്യയെപ്പോലൊരു സ്ത്രീയെ ഷമ്മിയെപ്പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ കെട്ടിത്തൂക്കാൻ പറ്റും? മുറിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള വഴക്കമുണ്ടാകുന്നതായുള്ള ഒരു ശബ്ദവും മറ്റുള്ളവർ കേട്ടിട്ടുമുണ്ടായിരുന്നില്ല. രമ്യയെ കെട്ടിത്തൂക്കുന്ന സമയത്ത് രമ്യയ്ക്ക് ബോധമുണ്ടായിരുന്നോ എന്നുള്ള പ്രധാന കാര്യമാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരികാവയവങ്ങൾക്ക് കേടുവരുത്തുന്ന രീതിയിലോ മയങ്ങുന്ന രീതിയിലോ ഉള്ള യാതൊരു ദ്രാവകവും രമ്യയുടെ ഉള്ളിൽ ചെന്നതായി കണ്ടെത്തിയിട്ടുമില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചു. കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള രമ്യയുടെ കുഞ്ഞ് കീർത്തനയെ പോലീസ് പല പ്രാവശ്യം ചോദ്യം ചെയ്തെങ്കിലും ആ കുട്ടിക്ക് ഒന്നും അറിയുമായിരുന്നില്ല. മുറിയിൽ ബിസ്ക്കറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. മരണം നടന്ന ആ ഒരു സമയത്ത് ബിസ്ക്കറ്റ് കഴിച്ച കുട്ടി ഒരു പക്ഷേ ഉറങ്ങിക്കിടക്കുകയായിരുന്നിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി. UAEയുമായി ബന്ധപ്പെട്ട് ഷമ്മിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ കേരള പോലീസ് ആരംഭിച്ചു. 2010 ജനുവരിയിൽ നടന്ന കൊലയ്ക്ക് കാരണക്കാരനായി പോലീസ് കണ്ടെത്തിയ ഷമ്മി എന്ന വ്യക്തിയെ ദുബായ് ഗവൺമെന്റ് നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിച്ചപ്പോഴത്തേക്കും വർഷം 2014 കഴിഞ്ഞിരുന്നു. നാട്ടിലെത്തിയ ഷമ്മിയെ ലോഡ്ജിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. റൂം ബോയും സെക്യൂരിറ്റിയും ഷമ്മിയെ തിരിച്ചറിഞ്ഞു. തെളിവെടുപ്പിനിടെ രമ്യയെ എങ്ങനെയാണ് കെട്ടിത്തൂക്കിയതെന്ന് പോലീസ് ഷമ്മിയോട് ചോദിച്ചു. എന്നാൽ താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നും ആ സമയത്ത് താൻ ഇവിടെ ഇല്ലായിരുന്നു എന്നും ദുബായിലായിരുന്നു എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. ഷമ്മി പോലീസിനോട് ഒരു ഘട്ടത്തിലും സഹകരിച്ചിരുന്നില്ല. അങ്ങനെ പോലീസ് കേസ് കൺക്ലൂഡ് ചെയ്യുകയും വിചാരണയ്ക്കായി കേസ് കോടതിയിലെത്തുകയും ചെയ്തു. പ്രോസിക്യൂഷന്റെ ഭാഗമായി അനവധി ആളുകളെ പോലീസ് നിരത്തിയെങ്കിൽ പോലും ഷമ്മി കോടതിയിലും താൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. ഈ സമയത്താണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും എമിഗ്രേഷൻ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ഷമ്മി കരിപ്പൂർ എയർപോർട്ടിൽ വിമാനമിറങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. രമ്യയുടെ വീട്ടിൽ ആളില്ലാതിരുന്ന ഒരു ദിവസം ഷമ്മി വീട്ടിലെത്തി ഭാര്യയെയും കുട്ടിയെയും കൂട്ടി ഓൾട്ടോ കാറിൽ പലയിടത്തും കറങ്ങി ഒടുവിൽ മെക്കാനിക്കിന്റെ അടുത്തെത്തുകയും വാടക വീടിന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. പിന്നീട് എവറസ്റ്റ് ലോഡ്ജിൽ റൂം എടുക്കുകയും രമ്യയെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ എത്തി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രമ്യയ്ക്ക് ഷമ്മി മദ്യം നൽകിയിരുന്നു. ഇത് തെളിയിക്കുന്നതിനായി രമ്യയുടെ ആന്തരികാവയവങ്ങൾ രാസപരിശോധന നടത്തിയ ലാബിലെ ആളുകളെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ഇവരാ കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. മരിക്കുന്ന സമയത്ത് രമ്യയുടെ ശരീരത്തിൽ ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്ന് പ്രതിഭാഗം വാദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മാംഗ്ലൂർ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ചുമതല വഹിക്കുന്ന വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കി. രമ്യയുടെ മരണം നടന്ന പിറ്റേ ദിവസം മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും ദുബായിലേക്ക് പോകുന്ന യാത്രക്കാരുടെ കൂട്ടത്തിൽ ഷമ്മിയും ഉണ്ടെന്നായിരുന്നു അയാൾ കോടതിയെ അറിയിച്ചത്. ഇത് സംബന്ധിച്ചുള്ള രേഖകളും ഹാജരാക്കി. അപ്പോഴും ഷമ്മി കേരളത്തിലേക്ക് വന്നിട്ടേയില്ലെന്നും അയാൾ ദുബായിൽ തന്നെയാണെന്നും ഡിഫൻസ് വാദിച്ചു. ഡിഫൻസ് തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിന്നതും കോടതി ഡിഫൻസിനോട് പറഞ്ഞു ഷമ്മിയുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. ഷമ്മിയുടെ പാസ്പോർട്ട് നേരത്തെ തന്നെ കേരള പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് ഉടൻ തന്നെ ആ രേഖകൾ കോടതിയിൽ ഹാജരാക്കി. പാസ്പോർട്ട് തുറന്നു നോക്കിയ കോടതി ഞെട്ടി. ആ പാസ്പോർട്ട് എടുത്തിരിക്കുന്നത് 2013-ലാണ്. 2013-ലെ 14-ലെയും എല്ലാ ഡേറ്റകളും ആ പാസ്പോർട്ടിലുണ്ട്. രമ്യയുടെ മരണം നടന്നതാകട്ടെ 2010-ലും. ഇതിനു മുൻപുള്ള പാസ്പോർട്ട് എവിടെയെന്നുള്ള ചോദ്യത്തിന് അത് മിസ്സായിപ്പോയി എന്നുള്ള മറുപടിയാണ് ഷമ്മി പറഞ്ഞത്. പോലീസ് പഠിച്ച പണി 18 നോക്കിയിട്ടും ഷമ്മിയുടെ മിസ്സായിപ്പോയ പാസ്പോർട്ട് കണ്ടെത്താനായില്ല. എങ്കിൽ പോലും സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ഷമ്മിക്കെതിരായിരുന്നു. സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിലാണ് ഷമ്മിയുടെ വീട്ടുകാരിൽ നിന്നും നിരന്തരം പീഡനം രമ്യയ്ക്ക് ഏൽക്കേണ്ടി വന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ഷമ്മിയുടെ ഭാഗത്തു നിന്നും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് രമ്യയുടെ സഹോദരി കോടതിയിൽ മൊഴി നൽകി. പ്രോസിക്യൂഷന്റെ വാദത്തെ പ്രോസിക്യൂഷന്റെ സാക്ഷികളിൽ നിന്നും ഒരാൾ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഇതിനൊപ്പം തന്നെയാണ് മറ്റൊരു അമ്പരപ്പിക്കുന്ന വീഴ്ച പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ ആ എവറസ്റ്റ് ലോഡ്ജിലെ മാനേജറായിരുന്നു. ആ മാനേജറായിരുന്നു രമ്യ തൂങ്ങി മരിച്ചു നിന്ന മുറി ആദ്യമായി തുറന്നതും ആ കാഴ്ച കണ്ടതും. പോലീസ് എത്തുമ്പോൾ ഹോട്ടൽ മുറി തുറന്നു കിടന്ന നിലയിലായിരുന്നു. അന്നത്തെ മാനേജറെ കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല. എന്നാൽ അത് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷനും കോടതിയിൽ സാധിച്ചിരുന്നില്ല. അതിലും വലിയൊരു വീഴ്ചയായിരുന്നു
ഹോട്ടൽ മുറിയിൽ നിന്ന് കിട്ടിയ മദ്യക്കുപ്പികളിലും ഗ്ലാസുകളിലും ഉണ്ടായിരുന്ന വിരലടയാളം പോലീസ് എന്തുകൊണ്ടോ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരുന്നില്ല എന്നുള്ളത്. പ്രോസിക്യൂഷന്റെ ഈ വീഴ്ചകൾ ജഡ്ജി എടുത്തു പറഞ്ഞതിന് ശേഷം വിധിയും പറഞ്ഞു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രമ്യയെപ്പോലെ ഒരാൾക്ക് സ്വന്തമായി ഇത്തരത്തിൽ കഴുത്തിൽ കുരുക്കിട്ട് സ്വന്തമായി തൂങ്ങി മരിക്കാൻ കഴിയുകയില്ല. മറ്റൊരാളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ആ മറ്റൊരാൾ ഷമ്മി തന്നെയാണ്. കാരണം ഷമ്മി അവിടെ എത്തിയതിനും മുറിയെടുത്തതിനും തെളിവുകളും ദൃക്സാക്ഷികളുമുണ്ട്. ദുബായിൽ നിന്നും കരിപ്പൂർ വഴി പയ്യന്നൂരിലെത്തിയ ഷമ്മി കൃത്യം നടത്തിയ ശേഷം മാംഗ്ലൂർ വഴി തിരികെ ദുബായിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഷമ്മിക്കൊപ്പം ഷമ്മിയുടെ സഹോദരനും മാതാവും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കേസിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കോടതി ഷമ്മിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്.